നമസ്കാരം. കേസ് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നമ്മുടെ ഡിഗ്രി ലെവൽ PSC പഠിക്കുന്ന ക്രൗഡ് അല്ലെങ്കിൽ LDC ഇപ്പോൾ ഡിഗ്രി തലത്തിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് ആ രൂപത്തിലുള്ള ചോദ്യങ്ങളും നോട്ടുകളെല്ലാം പഠിക്കുന്ന കുട്ടികൾ ഇവരെല്ലാം കുറച്ച് ദിവസമായിട്ട് ചില കൺസേൺസ് പറയുന്നുണ്ട്. ഞങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഡിഗ്രി പ്രിപ്പറേഷൻ്റെ കൂട്ടത്തിൽ കേസിന് പഠിക്കാൻ പറ്റും, അതോ ഞങ്ങളുടെ ഇപ്പോഴുള്ള അറിവ് ഒട്ടും പോരെ പറയുന്ന കേസ് പോലെ ഒരു വലിയ എക്സാം ക്രാക്ക് ചെയ്യാൻ? അപ്പോൾ നിങ്ങളോടുള്ള ഉത്തരമാണ് ഈ വീഡിയോ. മുഴുവനായിട്ട് കാണാം, ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കെല്ലാമുള്ള എക്സാം തന്നെയാണ് KS. ഡിഗ്രി യോഗ്യതയുള്ള ഏതൊരാൾക്കും ക്ലിയർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് KS എക്സാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്ലസ് നിലവിൽ ഡിഗ്രി തലത്തിലുള്ള അല്ലെങ്കിൽ LDC എന്ന ഡിഗ്രി തലത്തിലെല്ലാം ചോദ്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം പരീക്ഷകൾ അറ്റംപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഒരു എക്സാം അഡ്വാൻറ്റേജ് ആണ് എന്നതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഈവൻ ചില കാര്യങ്ങൾ നിങ്ങൾ UPSCക്കാരേക്കാൾ അഡ്വാൻറ്റേജ് നിങ്ങൾക്കാണ് എന്നുള്ളതുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം? അപ്പോൾ ആദ്യം നിങ്ങളിപ്പോൾ നടക്കുന്ന സെക്രട്ടേറിയറ്റ് SC തുടങ്ങിയ പരീക്ഷകളും KS എക്സാമിൻ്റെ ഇടയിലുള്ള സമയത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം. കോമൺ ഡിഗ്രി പ്രിലിംസ് മെയ് മുതൽ ജൂലൈ വരെയാണെന്നും മെയ് 24 ആദ്യത്തെ പരീക്ഷ നടക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. KS എക്സാം ജൂൺ 14 അപ്പോൾ ഇവിടെ ഏകദേശം ഒരു സമയത്ത് എന്ന് പറയപ്പെടുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ പറയാവുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, KSൻ്റെയും ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ രണ്ടിനും ഒരുമിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കി ആ ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടിൻ്റെയും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം. ശ്രദ്ധിക്കുക, ഏകദേശം ഒരു സമയത്താണ് എക്സാം. അതുകൊണ്ട് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞിട്ടങ്ങ് ഞങ്ങൾ KS പഠിക്കാമെന്ന് വിചാരിക്കരുത്. സിലബസിൽ കോമൺ ഉള്ള ഭാഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ കേസിലോട്ട് എത്താം എന്നുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കാം. സെക്കൻഡ്, ഡിഗ്രി മെയിൻസ് എക്സാം നടക്കുക ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ മാസങ്ങളിലാണ്. എന്നാൽ KS മെയിൻസ് നടക്കുക ഒക്ടോബർ 17, 18 എന്ന ഓൾറെഡി ഫിക്സ് ചെയ്യപ്പെട്ട ഡേറ്റുകളിലാണ്. അപ്പോൾ ഇതും ഇവൻ സെക്രട്ടേറിയറ്റ് മെയിൻസ് ഒക്കെ ചിലപ്പോൾ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആകാം. അതായത് മെയിൻസ് എക്സാമും ഒരേ സമയത്താണ് നടക്കുന്നത്. അപ്പോൾ ഒന്ന് മിസ് ചെയ്തുകൊണ്ട് മറ്റേത് പഠിക്കുകയല്ല ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടും ഏകദേശം ഒരു സമയത്തായതുകൊണ്ട് തന്നെ ഡിഗ്രി തല പരീക്ഷകളിൽ നിങ്ങൾക്കുള്ള റാങ്ക് അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ നഷ്ടപ്പെടാതെ തന്നെ എന്ത് ചെയ്യാം, കേസിന് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം എന്നത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒന്ന് മറ്റൊന്നിനു വേണ്ടി മാറ്റി വെക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. എസ്പെഷ്യലി ഈ KSൻ്റെ കൂടെ സിലബസ് വന്ന ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതായിരിക്കണം. ഞാൻ ആദ്യം സിലബസ് ഒന്ന് നിങ്ങളെ കമ്പാരിസൺ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി സ്റ്റഡീഡോ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഡിഗ്രി തല എക്സാമുകൾക്കോ പഠിക്കുന്ന കാര്യങ്ങളാണ് KS എക്സാമിൻ്റെ അല്ലെങ്കിൽ KS പ്രിലിമിനറിയുടെയും മെയിൻ സിലബസിൻ്റെയും എന്താ പറയുക ഒരു 70-85% അടുത്ത് അത് തന്നെയാണ്. 70-85 വലിയ ഗ്യാപ്പ് ഞാനിടുന്നത് നിങ്ങളുടെ ഡെപ്ത് കൂടെ പഠിച്ചിരിക്കുന്ന ഡെപ്ത് കൂടെ മനസ്സിൽ വെച്ചിട്ടാണ്. ആ ഡെപ്തിൽ ഓൾറെഡി പഠിച്ച ആൾക്കാർക്ക് ഉറപ്പാണ് ഒരു 80-85% നിങ്ങൾ കഴിഞ്ഞു. ഹിസ്റ്ററിക്കകത്ത് മിഡീവൽ, മോഡേൺ, കേരള, വേൾഡ് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമല്ലേ. ഇവിടെ മിഡീവൽ ഇന്ത്യ മാത്രം നിങ്ങൾ പ്രിലിമിനറി സമയത്ത് ആ വല്ലാത്ത ഫോക്കസ് കൊടുത്ത് പഠിച്ച് കാണില്ല. അപ്പോൾ അതുകൂടെ ചിലപ്പോൾ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ആവും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കുട്ടികൾക്കും ഇത് ഈ പോലെ ആയിരിക്കില്ല എന്താ വരിക. കാരണം ചില കുട്ടികൾ മിഡീവൽ ഇപ്പോൾ തന്നെ നല്ലപോലെ പഠിച്ചവരാണ്, നിങ്ങൾക്ക് മിഡീവൽ ഇവിടെ പെട്ടു. ദെൻ അപ്പോൾ നിങ്ങൾ കേസിലോട്ട് വരുന്ന സമയത്തോ ആൻഷ്യൻ്റ് ഇന്ത്യ, കേരള കൾച്ചറൽ ഹെറിറ്റേജ്, ഈ രണ്ട് ഭാഗവും പഠിക്കേണ്ടി വരും. ഇവിടെ കൾച്ചറൽ ആർട്സ്, സ്പോർട്സ്, കൾച്ചറൽ, ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് ആ കൾച്ചർ പഠിക്കുമ്പോൾ ഇതിന് ചില ആസ്പെക്റ്റുകൾ നിങ്ങൾ പഠിച്ച് കാണും. പക്ഷേ KSൻ്റെതായ ഡെപ്തിലോട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടണം എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടേ. നോക്കിയേ, ദെൻ പൊളിറ്റിക്കകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, സിവിക്സിൻ്റെ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ ആകെ വരേണ്ട പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ പോലെയുള്ള ചെറിയ ചില ടോപ്പിക്കുകൾ റിപ്പീറ്റ് വരുന്നുണ്ട്. പ്ലസ് IR എന്ന ഒരു സബ്ജക്റ്റ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള കാര്യം കൂടെ KSൻ്റെ അകത്തുണ്ട്. ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ വേൾഡ്, ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി എല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഈവൻ UPSCക്കാരൊന്നും ഇതൊന്നും ഈ രീതിയിൽ പഠിക്കുന്നില്ല. കേരള ജോഗ്രഫി അല്ല, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ എന്ത് വരും, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി എന്ന് സിലബസിൻ്റെ അകത്തുണ്ട്, അത് നിങ്ങൾ ആദ്യം പഠിക്കണം. അതേപോലെ ചില പുതിയ ടോപ്പിക്കുകൾ, ഇപ്പോൾ ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ഓഷ്യാനോഗ്രഫിയുടെ അടുത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദെൻ മറൈൻ ആൻഡ് കോണ്ടിനെന്റൽ റിസോഴ്സുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതുകൂടെ നിങ്ങൾ പഠിക്കേണ്ടി വരും. എക്കണോമി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയും എക്കണോമിക്സിൻ്റെ ബേസിക്സും നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. എക്സ്ട്രാ ഇവിടെ വരുമ്പോൾ സിലബസ് ഒന്നുകൂടെ ഡെപ്ത് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പം ലൈക്ക് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി പോലെയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ എക്കണോമിയുടെ അകത്ത് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇവിടെ അഗ്രികൾച്ചറിൻ്റെ സിലബസ് എല്ലാം ഒന്നുകൂടെ വളരെ വിശദമായി തന്നുകൊണ്ട് ഡെപ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് PSC. അതുപോലെ തന്നെ ഇൻഡസ്ട്രി നല്ല ഡെപ്ത് പഠിക്കണം, ഇൻഫ്രാസ്ട്രക്ചർ പഠിക്കണം, പോപ്പുലേഷൻ പഠിക്കണം, ഫോറിൻ ട്രേഡ് പഠിക്കണം, കേരള എക്കണോമിയും കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റും പഠിക്കണം. നിങ്ങൾക്കറിയാം ഈ രണ്ട് കാര്യങ്ങളും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസിലുണ്ട്. അപ്പോൾ
അത് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ചില കുട്ടികൾ ഓൾറെഡി പഠിച്ചു തുടങ്ങി കാണും. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി, നിങ്ങൾ ഡിഗ്രി തല പ്രിലിംസ് പഠിക്കുന്നതാണ്. ഇവിടെയും അതേ സിലബസ് എന്ന് പറയാവുന്ന സിലബസാണ്, പക്ഷേ ഡെപ്ത് കുറച്ച് കൂടുന്നു. ലൈക്ക് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എടുത്തു പറഞ്ഞു. എനർജിയുടെ സിലബസ് ഒന്നുകൂടെ ഡീപ്പാണ്. എൻവയൺമെൻറ്റും ടെക്നോളജിയും ഒന്നുകൂടെ ഡീപ്പ്. അപ്പോൾ ഗ്രീൻ ടെക്, നാനോ ടെക് പോലെയുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ചോദ്യം വരാനുള്ള ആ ഒരു ഡെപ്ത് ഓഫ് ചോദ്യവും ചിലപ്പോൾ മാറും. അപ്പോൾ സയൻസ് ആൻഡ് ടെക്കും നിങ്ങൾ പഠിച്ച കാര്യം തന്നെ ഒന്നുകൂടി ഡെപ്ത് കൂട്ടി പഠിക്കണം. മാത്സ്, മെൻ്റൽ എബിലിറ്റി, റീസണിങ് എല്ലാം സെയിം സിലബസ് തന്നെയാണ്. വെൻ ഡയഗ്രം പോലെയുള്ള അല്ലെങ്കിൽ ഷേപ്സ് ആൻഡ് ദെയർ സബ്സെക്ഷൻസ് പോലെയുള്ള കാര്യങ്ങൾ സിലബസിൽ 2 ടോപ്പിക്കുകൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ പഠിക്കുക. വെൻ ഡയഗ്രം എല്ലാം ഒരു 1-2 ദിവസത്തെ നിങ്ങളുടെ ഒരു ശ്രമം കൊണ്ട് മറികടക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇംഗ്ലീഷും മലയാളം ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ്. ചോദ്യത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പാരഗ്രാഫ് തന്നിട്ട് അതെന്നിട്ട് ചോദിക്കുന്ന രീതികൾ, ലൈക്ക് കോംപ്രഹെൻഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ KS ഉണ്ടായിരുന്നു. അത് റിപ്പീറ്റ് ചെയ്തോട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമല്ല. ദെൻ മലയാളം എടുത്തു കഴിഞ്ഞാൽ ഭരണഭാഷയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചില ടോപ്പിക്കുകൾ കഴിഞ്ഞ KS എക്സാമിനുണ്ട്, അതായത് ഈ സിലബസിലും ഉണ്ട്. അതോ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. അതല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞൊരു 5 മിനിറ്റിൻ്റെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക്കുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അത് എക്സ്ട്രാ പഠിക്കുക. അതായത് ഒരു തരത്തിലുള്ള ഒരു ഗ്രേഡ് അപ്പാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇന്ന് മുതൽ ചെയ്യേണ്ടത്. KS എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്ത് സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുവരണം? പ്രിലിമിനറി എക്സാമിലോട്ട് നിങ്ങൾ കടക്കുന്ന സമയത്ത് 100 മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് സ്ട്രീം 1ൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ടാസ്ക് അല്ല. നിങ്ങൾ ഓൾറെഡി 50-ൽ 50 മാർക്ക് മുതൽ 75 മാർക്ക് 80 മാർക്ക് പ്രിലിമിനറി എക്സാമിൽ മേടിക്കുന്ന ക്രൗഡാ. അതിനേക്കാൾ ഒന്ന് ടഫുള്ള എക്സാം ആണെന്ന് തന്നെ വിചാരിക്കുക. എങ്കിൽ പോലും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. എസ്പെഷ്യലി കമ്പയറിംഗ് വെയിറ്റേജ് 30-20-50 മാർക്ക് മലയാളം, 15 മാർക്ക് മാത്സ്, 65 മാർക്ക് കയ്യിലിരിക്കുക. ബാക്കിയുള്ള ക്രൗഡിനേക്കാൾ അതിൽ നിങ്ങൾ അടിപൊളി എന്ന് ഞാൻ പറയും. അപ്പം അങ്ങനെയുള്ള ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾ എഴുതുന്ന നിങ്ങൾ എന്തിനു മിസ് ചെയ്യണം KS പോലെ ഒരു ഓപ്പർച്യൂണിറ്റി? ദെൻ കൂടുതൽ KS ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ടോപ്പിക്കുകൾ, ഞാൻ ഈ കാണിച്ച ടോപ്പിക്കുകൾ പഠിക്കുക. എത്രമാത്രം പറ്റുമോ അത്രമാത്രം പഠിക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്താണോ ഓൾറെഡി അറിയാം അത് കൂടുതൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങളുടെ ഡെപ്ത് കൂടുതൽ കൂട്ടുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊക്കെയുണ്ട്, ഞാൻ കഴിഞ്ഞ സ്ലൈഡ് കാണിച്ച അത്രയും കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് മാക്സിമം KS ലെവലിലോട്ട് എനിക്ക് എന്തൊക്കെ പുഷ് ചെയ്യാൻ പറ്റും, പുതിയ ടോപ്പിക്ക് ഒരു കുറച്ചുണ്ട്, അതിൽ നിന്ന് ബുദ്ധിപരമായി എനിക്ക് എന്തൊക്കെ കൂടെ പഠിച്ചെടുക്കാം ഈ വരുന്ന ജൂൺ KS പ്രിലിംസിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഡിഗ്രി പ്രിലിംസും KS പ്രിലിംസും ക്വാളിഫൈ ആവും. മെയിൻസിലോട്ട് നിങ്ങൾ എത്തും. മെയിൻസിലോട്ട് എത്തുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ, സിലബസ് സെയിം ആണ്, നിങ്ങൾ ഈ പറയുന്ന അപ്ഗ്രേഡിങ് കൂടെ ചെയ്താൽ മതി. അറിയേണ്ടത് ഇവിടെ നോളേജ് എന്നതിലപ്പുറം ഒരു അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരും. ഞാൻ ചില എക്സാമ്പിൾ എടുത്ത് തന്നെ കാണിച്ചു തരാം, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം. അനലിറ്റിക്കൽ ചോദ്യങ്ങൾ കുറച്ചധികം വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ കൺസെപ്ഷ്യൽ ക്ലാരിറ്റിയും ഓരോ ടോപ്പിക്കുകളിലുള്ള ഡെപ്തും ഇവിടെ ആവശ്യപ്പെടാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 3 മാർക്ക് 5 മാർക്കിലോട്ട് അതിനെങ്ങനെ എഴുതാമെന്ന് അറിയേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു ചെറിയ സ്പേസിലോട്ട് ഇതെങ്ങനെ കൊണ്ടുവരാം എന്നറിയണം. അതുപോലെ തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരുന്ന കുറേ തെറ്റുകൾ അത് മറികടക്കാൻ വേണ്ടി പ്രാക്ടീസ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ആൻസർ റൈറ്റിങ്ങിനൊരു സ്ട്രക്ചർ എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ എന്നെല്ലാം പറഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് നിങ്ങൾ അതിൽ എഴുതി ചേർത്ത കാര്യത്തെ പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം, അതിനൊരു രൂപം നമ്മൾ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ എന്നെല്ലാം UPSC-ക്കാർ പ്രാക്ടീസ് ചെയ്താണ് അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഏത് സാധാരണക്കാരനും പറ്റുന്ന കാര്യം തന്നെ. ഒരു ആൻസർ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രിലിംസ് പഠിച്ച കാര്യത്തെ ഒരു 10 സെന്റൻസിലോട്ട് എഴുതുക എന്ന് പറയുന്നത് അത് നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല, നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു ദിവസം ഒരു 1 അവർ ആൻസർ റൈറ്റിങ്ങിന് വേണ്ടി, പോട്ടെ അരമണിക്കൂർ ആൻസർ റൈറ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെച്ചുകൂടെ? നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം മാത്രമാണ്. അത് ഇപ്പോഴേ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പ്രിലിംസും പാസ്സാവാം, മെയിൻസിലോട്ട് എത്തുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ അതേ ലെവലിലോട്ട് നിങ്ങൾ എത്തും ചെയ്യാം. അപ്പോൾ ആൻസർ റൈറ്റിങ്ങിന് വേണ്ട എലമെൻറ്റുകളും അതിന് ഏത് ഡെപ്തിലോട്ടും എന്ത് കൺസെപ്ഷ്യൽ കാര്യത്തിലോട്ടും നമ്മൾ കൊണ്ടുവരണം എന്നുള്ള ആ ഒരു നോഹവ് മാത്രമേ നിങ്ങൾക്ക് മെയിൻസ് പാസ്സാവാൻ വേണ്ടുള്ളൂ. ഞാൻ ജസ്റ്റ് 2 എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നോക്കിയേ, ഇന്ത്യയിലെ ഫെഡറലിസത്തെ കുറിച്ച് ചോദിച്ച KS-ന്റെ ഒരു പ്രിലിമിനറി ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അവിടെ ഇൻഡസ്ട്രക്റ്റബിൾ യൂണിയൻ വിത്ത് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ആണ്. ഇത്തരം നിങ്ങൾ ആർട്ടിക്കിൾ 1 മുതൽ നിങ്ങൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഫിലോസഫിയിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന എന്താണ് ഫെഡറേഷൻ എന്നുള്ള ഐഡിയ, അതിനെ കുറിച്ച് അറിയുന്ന ആളും ഇതിൻ്റെ ആൻസർ എഴുതും.
അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഫെഡറേഷൻ എന്തെന്നുള്ള ഫിലോസഫിക്കൽ കാര്യം നിങ്ങളോട് കെ എസ് മെൻഡർ പോലെ സ്ഥാപനം ആദ്യം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ. ആ ക്ലാസ്സിൽ വന്നിരുന്ന ആള് കെ എസ് മെയിൻസിന് ചോദിക്കുന്ന ഈ പരീക്ഷ എഴുതില്ലേ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോസി ഫെഡറൽ ഫങ്ഷൻസ്. നിങ്ങളോട് ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കാണിക്കില്ലേ, ദ ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് എഴുതാനായി തന്നിരിക്കുന്നത്. ഇതാ സ്പേസിൽ എഴുതണം. അത് നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? തീർച്ചയായും കഴിയും. അല്ലെങ്കിൽ ചന്ദ്രയാൻ 2 മിഷനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു, അത് മൂണിന്റെ സൗത്ത് പോള് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണോ, അല്ലെങ്കിൽ ചന്ദ്രയാൻ 1 ഓൾറെഡി വാട്ടറിന്റെ എവിഡൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫാക്ട് ആൻഡ് കുറച്ചൊക്കെ കൺസെപ്ഷ്യൽ ബേസ്ഡ് ചോദ്യം പ്രിലിമിനറിക്ക് ചോദിക്കും. മെയിൻസിന് എന്താ വരുന്നത്, മിഷൻ ശക്തി നിങ്ങൾ കേട്ട് കാണാം, അല്ലെങ്കിൽ ഇപ്പൊ കറണ്ട് അഫെയർ വായിക്കാത്ത ആൾക്കാർ കേട്ട് കാണില്ല. പോട്ട് നിങ്ങൾ എന്താ പറയാ, നമ്മുടെ സ്പേസ് മിഷൻസിൽ ഒന്നാണ്. ആന്റി സാറ്റലൈറ്റ് മിഷൻസിനെ കുറിച്ചെല്ലാം നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഇപ്പൊ നാളെ നിങ്ങളോട് ചോദിക്കും ചന്ദ്രയാൻ 3 കുറിച്ച് എഴുതാൻ. അതിന്റെ ക്ലാസ് കേട്ട ഒരാൾക്ക് എഴുതാനാണോ പാട്? പ്രാക്ടീസ് അല്ലേ വേണ്ടുള്ളൂ. അപ്പൊ നിങ്ങളെ ഇപ്പൊ KS എക്സാമിൽ നിന്ന് പുറകോട്ടടിക്കുന്ന ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എഴുത്ത് പരീക്ഷ എന്നുള്ളത് മാത്രം. അത് ചെയ്യാൻ റെഡിയാണോ എന്നത് അതിന്റെ ചോദ്യം. ഡിസ്ക്രൈബ് ഫംഗ്ഷൻ ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ISRO's GSAT പ്രോഗ്രാം. എന്താ പ്രശ്നം? നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ചെന്ന് സയൻസ് ആൻഡ് ടെക്കിന്റെ സ്ലൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്നത് അത് ഈ രൂപത്തിൽ ഒരു എഴുത്ത് പരീക്ഷയിൽ മുമ്പ് നിങ്ങൾ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ഡു ഇറ്റ്. പ്രിലിംസിൽ ഞാൻ പറഞ്ഞ, അല്ലെങ്കിൽ സിലബസിൽ ഞാൻ പറഞ്ഞ ഗ്യാപ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ആ സ്ലൈഡ് വെച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്ങോ ആൻസർ റൈറ്റിംഗ് എന്നുള്ള കാര്യത്തിലോട്ട് എത്രയും പെട്ടെന്ന് കിടക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നേ ഉള്ളൂ. ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ചെയ്യേണ്ടത് എന്താ? ഗ്രേഡപ്പ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ഇത് മാത്രമാണ്. നിങ്ങൾ ഗ്രേഡപ്പ് ചെയ്യണം. അപ്പോൾ ഗ്രേഡപ്പ് ചെയ്യാൻ വേണ്ടി KS മെൻഡർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഗ്രേഡപ്പ് പ്രോഗ്രാം. നിങ്ങൾ ഓൾറെഡി അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഗ്രേഡപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾ കയറുവാണെങ്കിൽ ഈ ഗ്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും KS ഉദ്യോഗാർത്ഥിയുടെ തലത്തിലോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ബാച്ച് ജോയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും, എസ്പെഷ്യലി ഡിഗ്രി ക്രൗഡിന് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് നിങ്ങൾ ആ ഗ്യാപ്പ് മനസ്സിലാക്കി ആൻസർ റൈറ്റിംഗ് ചെയ്തുകൊണ്ട് KS എക്സാമിനോട്ട് കോമ്പീറ്റ് ചെയ്യുക. സെക്രട്ടേറിയറ്റ് SI ഒന്നും മാറ്റി വെച്ചുകൊണ്ട് പഠിക്കേണ്ട കാര്യമില്ല. KS മാറ്റി വെച്ചുകൊണ്ട് അതും പഠിക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരേ സിലബസ് ആണ്. ചെറിയ മാറ്റങ്ങൾ നിങ്ങളെ കൊണ്ട് മറികടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം.